നമസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി സോഷ്യൽ മീഡിയയുടെ സാധ്യത പരമാവധി ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം നേടിയ ഭരണാധികാരിയുടെ പേര് മോദി എന്നാണ്. 2014 ആദ്യമായി സോഷ്യൽ മീഡിയയുടെ സാധ്യത വേണ്ടതുപോലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കാലം ഉപയോഗിക്കുന്നത്. അത് അതേപടി പകർത്തിയാണ് 2016 പിണറായി വിജയനും അധികാരത്തിലെത്തിയത്. എന്നാൽ ആ മേഖലയിൽ കോൺഗ്രസ്സുകാരേക്കാൾ പിന്നിലാണ് BJP-ക്കാർ കേരളത്തിൽ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിൽ സംഘപരിവാറിന് കൃത്യമായൊരു ദിശാബോധമോ ഒരു കോർഡിനേഷനോ ഇല്ല. വാളെടുക്കുന്നവൻ വെളിച്ചപ്പാട് എന്ന തരത്തിൽ ഓരോരുത്തരും ഓരോ സംഘപ്രസ്ഥാനമായി മാറുകയാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയോ ഉണ്ടാക്കി കാവ്യെന്നോ സംഖ്യയെന്നോ പേരിനൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സംഘപരിവാർ അനുഭാവികൾ അവിടേക്ക് എത്തും. അവരുടെയൊക്കെ നിയന്ത്രണം തനിക്കാണ് എന്ന് പറഞ്ഞ് ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ BJP നേതൃത്വത്തിനോ സംഘപരിവാറിനോ നിയന്ത്രിക്കാൻ പോലും കഴിയാത്തതാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള സംഘി പ്രൊഫൈലുകളിൽ മിക്കതിലും ഔദ്യോഗികമായി BJP-ക്കോ സംഘപരിവാറിനോ നിയന്ത്രണം ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അവരൊക്കെ വെളിച്ചപ്പാടുകളായി വാളെടുത്ത് വീശി നടക്കുന്നു. അതിൽ പലയിടത്തും പല ഭിന്നതയുണ്ടാവും, പല വഴക്കുകളുണ്ടാവും, വൈരാഗ്യങ്ങളുണ്ടാവും. ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് തെക്കിൻ്റെ കാവിപ്പട. സൂരജ് പുനലൂർ എന്ന ഒരാളാണ് ഈ തെക്കിൻ്റെ കാവിപ്പടയുടെ അഡ്മിൻ. ഈ തെക്കിൻ്റെ കാവിപ്പടയിൽ BJP-യുടെ മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രനും മുതിർന്ന നേതാക്കളായ B. ഗോപാലകൃഷ്ണനും ഷോൺ ജോർജും യുവരാജ് ഗോകുലും അധീന ഭാരതിയും ഒക്കെയുണ്ട്. സംഘപരിവാറുമായി ബന്ധപ്പെട്ട പല വാർത്തകളും ഷെയർ ചെയ്യുക, പല ചർച്ചകളും സംഘടിപ്പിക്കുക എന്നതൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായ സൂരജ് പുനലൂർ അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നു എന്ന ആരോപണം ചിലർ ഉന്നയിക്കുന്നു. സുരേഷ് ഗോപിയുടെ പേരിൽ അവർ പണപ്പിരിവ് നടത്തുന്നു എന്ന ആരോപണം ഉണ്ടാവുകയും ഈ ഗ്രൂപ്പിൽ അതേക്കുറിച്ച് ലസിത പാലക്കൽ എന്ന സംഘപരിവാർ വനിതാ നേതാവ് ചോദ്യമുന്നയിക്കുകയും ചെയ്തു. പക്ഷേ ലസിതയ്ക്ക് കേൾക്കേണ്ടി വന്നത് പച്ചത്തെറിയായിരുന്നു. BJP-യുടെ സംസ്ഥാന നേതാക്കളൊക്കെ ഉള്ള ഗ്രൂപ്പിലാണ് ലസിതയെ ചീത്ത വിളിച്ചതെന്ന് ഓർക്കണം. സൂരജ് പുനലൂർ ലസിതയെ തലശ്ശേരിയിൽ വന്ന് തീർത്ത് കളയും എന്ന് പറയുക മാത്രമല്ല, ലസിതയെ സ്വഭാവഹത്യ ചെയ്യുകയും വൃത്തികേടുകൾ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തു. സുരേഷ് ഗോപിയുടെ പേരിൽ ഗ്രൂപ്പ് അഡ്മിൻ പണപ്പിരിവ് നടത്തുന്നു എന്ന ആരോപണമുണ്ടായപ്പോൾ അതേക്കുറിച്ച് ലസിത ചോദിച്ചതാണ് പ്രകോപനത്തിന് കാരണം. പേജ് സാറ് അറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞത് സാറ് കൊണ്ടാണോ എന്ന്. നിങ്ങൾ അന്നദാനവും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുനിന്ന് പൈസ പിരിവും കാര്യങ്ങളെല്ലാം ചെയ്യുന്നേരം അത് സാറിന്റെ പേജിൽ നിങ്ങൾ ഇടുന്നുണ്ട് അല്ലേ? സാറിന് നാളെ എന്തെങ്കിലും ദോഷമായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് ചോദിച്ചത്, സാർ അറിഞ്ഞുകൊണ്ടാണോ ഇത് തുടങ്ങിയത് എന്നുള്ളത്. അതിനെന്താ ചോദിച്ചതെന്താ? ഇത് ഇത്രയും വലിയ പ്രശ്നമാണോ? പിന്നെ അങ്ങോട്ട് തെറിയുടെ ബഹളമായിരുന്നു. ഒരു സ്ത്രീയെക്കുറിച്ച് അധമന്മാർക്ക് പോലും പറയാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ലസിത പാലക്കിനെ കുറിച്ച് സൂരജ് പുനലൂർ പറയുന്നതിലെ ബീപ്പ് ചെയ്ത ചില ഭാഗങ്ങൾ കേൾക്കുക. എന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുത് കേട്ടാ. കാരണം വെച്ചാല് എന്റെ മൈൻഡ് മാറി നിൽക്കുകയാണ്. നീ എന്റെ അടുത്ത് സംസാരിക്കാതിരിക്കുകയാണ്. നിന്റെ ഇത് ചാറ്റ് മാറ്റിപ്പോവുകയാണ്. അതാണ് എനിക്ക് നല്ലത്. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിനക്ക് എന്തെങ്കിലും ലേഡീസ് നിന്നെ ചീത്ത വിളിച്ച് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ ഒന്ന് ചെയ്യാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടി? ഞാൻ ചീത്ത വിളിക്കുക തന്നെ ചെയ്യും. നിന്നെ പോലുള്ള ലേഡീനെ ചീത്ത വിളിക്കുക തന്നെ ചെയ്യും. എന്നാ ചെയ്യടി? പറയടി മോളെ. നീ കൊണ്ടുപോയി കേസ് കൊടുത്തേ, നോക്കട്ടെ എവിടെ വരെ പോകും നോക്കട്ടെ. ആദ്യം നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കണം കേട്ടാ, എന്നിട്ട് ആണുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണം. ഞാൻ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇടാൻ താല്പര്യപ്പെടുന്നില്ല. അത് തലശ്ശേരി കൊടുത്തിട്ടുണ്ട്. അവിടെ വീട്ടുമുറ്റത്ത് പണിയെത്തും. ഓക്കെ, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അഴിച്ചു വിടുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. വീട്ടിൽ നിന്നൊക്കെ ഇവിടെയൊക്കെ ചുമ്മാണ് ആളുകളെടുത്ത് അലക്കുന്നേ. സത്യത്തിൽ ഇവിടെയൊക്കെ വേണം സുഡാപ്പികൾക്ക്. ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ ഒരു പണി വിട്ടിട്ടുണ്ട്. ആ പണി അത് എന്റെ കൺമുന്നിൽ നിന്നെ കിട്ടിയാല് ലസിതേ നീ പിന്നെ ലൈവ് ഇടുന്നത് വേറെ രൂപത്തിലായിരിക്കും. മനസ്സിലായില്ലേ? നിന്റെ ഷേപ്പ് ആയിരിക്കത്തില്ല, നീ ഈ ഇരിക്കുന്ന ഷേപ്പ് ആയിരിക്കത്തില്ല. എല്ലാം നാളെ മോടെ വീട്ടുമുറ്റത്ത് എത്തും കേട്ടോ. അപ്പൊ ശരിയും തെറ്റൊക്കെ നമുക്ക് അവിടെ തീർക്കാം. നമുക്ക് ഈ ഗ്രൂപ്പിൽ കിടന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ എനിക്ക് നിന്റെ പെരുമാറ്റം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിൽ ഒരുപാട് ഇതായി പോയി. ലസിയുടെ ഉദ്ദേശം എന്ന് വെച്ചാല് അവള് ഭയങ്കര ഒരു വീഡിയോ കൂടെ അങ്ങോട്ട് സുരേഷ് ഗോപി ചെയ്ത് അത് വെച്ചിട്ടാണ് ഇവിടെ അങ്ങ് ആളാവുന്നേ. അവിടെ ഏതോ സുരേഷ് ഗോപിയുടെ കൊമ്പത്ത് തോളത്തിരിക്കുന്നു എന്നുള്ള ധാരണയാണ്. തെറ്റാണ് മോളെ. സുരേഷ് ഗോപി ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് നിനക്ക് മാത്രമല്ല,
നമ്മുടെ ഗ്രൂപ്പിലെ പെണ്ണുങ്ങൾക്കും ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? നിനക്ക് മാത്രമല്ല ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപി ഒരു വീഡിയോ കോൾ ചെയ്തെന്നും പറഞ്ഞ് നീ അങ്ങ് കയറി അങ്ങ് ഇങ്ങോട്ട് ബസ് ഒന്നത് കാര്യം പറയാം. കാരണം ഞാൻ നിന്റെ മെസ്സേജ് ഒരു പയ്യനെ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക്, നമ്മുടെ അഡ്മിന് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവൻ തന്നെ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് വിനു. അവൻ ഇവിടെ ഇപ്പൊ വരും, അവൻ വന്നാൽ നിന്നെ വലിച്ചു കയറി കേട്ടാ, പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കാണത്തിന് നിന്റെയൊക്കെ ഈ ഗ്രൂപ്പിൽ ആവശ്യമില്ല കേട്ടാ. ലസിത എന്ന് പറയുന്ന വ്യക്തിനെ ഈ ഗ്രൂപ്പിൽ ആവശ്യമില്ല. ഞാൻ ഇപ്പൊ എടുത്തു കളയാൻ പോവുകയാണ്. കാരണം വെറും നെഗറ്റീവ് അടിക്കുന്ന വെച്ചാൽ നെഗറ്റീവ്. നിന്നെ സുരേഷ് ഗോപി പറഞ്ഞ കൂടിപ്പോവും. സുരേഷ് ഗോപി നിന്നെ ചീത്ത വിളിക്കാനാ വരുന്നേ. സുരേഷ് ഗോപി എന്നാണ് നീ മനസ്സിലാക്കാൻ തുടങ്ങിയേ? നീ എന്നാ സുരേഷ് ഗോപിയെ കാണാൻ തുടങ്ങിയേ രസിതേ? നീ കാണുന്നതിന് മുന്നേ സുരേഷ് ഗോപിയെ കണ്ടു തുടങ്ങിയവൻ നമ്മള്. നിന്നെ കണ്ടി മുന്നേ പേജ് തുടങ്ങിയവന്മാരാ നമ്മള് മക്കളെ. അവൻ നല്ല, കാരണം ഗ്രൂപ്പ് അഡ്മിൻ ആയിരുന്നു. അവൻ നല്ല ഫീലിംഗ് ആയിട്ടാണ് ഇപ്പൊ എന്നെ വിളിച്ചത്. പേജെല്ലാം ഇവിടെ എല്ലാം നശിപ്പിക്കാൻ, എല്ലാ കുടുംബം നശിപ്പിച്ച് നീ ഗ്രൂപ്പും കൂടെ നശിപ്പിക്കാൻ ഇറങ്ങിയാണടി രസിത്. നിന്നെ എടുത്ത് കളയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന്. നീ കൂടുതൽ കേട്ടാ ചെവുക്കനെ അടിച്ച് പറിക്കും. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യം നിന്റെ തലശ്ശേരി ഏത് വീടാടി അവിടെ? നീ കൊറേ നേരം ഇവിടെ കിടന്ന് അന്നദാനം പറഞ്ഞ് നീ ചെവുക്കനടിച്ച് പറിയട്ടാ. നിനക്ക് എന്നെ അറിയത്തില്ല. തലശ്ശേരി വന്ന് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ അടിക്കും പറഞ്ഞിട്ടുണ്ട്. നീ ഇനി എന്നാ, കാരണം ഇത് ഒരു മാന്യമായിട്ടുള്ള ഗ്രൂപ്പാണ്. ഇതിൽ കയറി നീ ചെറുച്ചാലുണ്ടല്ലേ നിന്റെ ചെവുക്കനടിച്ച് ഞാൻ പറിക്കും കേട്ടാ, പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും നേടാൻ വേണ്ടിയല്ലേ ഈ ഗ്രൂപ്പും കൊണ്ട് നടക്കുന്നേ. നിന്നെ പോലെ ഒന്നും നേടാൻ വേണ്ടിയല്ലേ ഈ ഗ്രൂപ്പും കൊണ്ട് നടക്കുന്ന. എനിക്ക് നേടണമെങ്കിൽ ഒരുപാട് നേടാൻ വേറെ വകുപ്പുണ്ട്, മനസ്സിലായില്ലേ? ചെവുക്കനടിച്ച പറയും കേട്ടാ. നിനക്ക് അവിടെ പണി നിന്റെ വീട്ടുമുറ്റത്ത് എത്തിയിട്ടുണ്ട് പണി. ഇനി എന്നെ കൊണ്ട് ഇനി വേറെ പണി എടുപ്പിക്കരുത്. വീട്ടുമുറ്റത്ത് നിന്റെ പണി എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു പണി വിട്ടിട്ടുണ്ട്. ആ പണി അത് എന്റെ കൺമുന്നിൽ നിന്നെ കിട്ടിയാല് ലസിതേ, നീ പിന്നെ ലൈവ് ഇടുന്നത് വേറെ രൂപത്തിലായിരിക്കും, മനസ്സിലായില്ലേ? നിന്റെ ഷേപ്പ് ആയിരിക്കത്തില്ല, നീ ഈ ഇരിക്കുന്ന ഷേപ്പ് ആയിരിക്കത്തില്ല. എല്ലാം നാളെ മോടെ വീട്ടുമുറ്റത്ത് എത്തുക കേട്ടോ. അപ്പൊ ശരിയും തെറ്റൊക്കെ നമുക്ക് അവിടെ തീർക്കാം. നമുക്ക് ഈ ഗ്രൂപ്പിൽ കിടന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ എനിക്ക് നിന്റെ പെരുമാറ്റം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിൽ ഒരുപാട് ഇതായി പോയി. വികാരഭരിതിയായി ലസിതയും മറുപടി പറയാനെത്തി. വാക്കുകൾ പക്ഷേ സൂക്ഷിച്ചാണ് ഉപയോഗിച്ചതെന്ന് മാത്രം. ലസിതയ്ക്ക് ഇത്രയുമെങ്കിലും മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഗ്രൂപ്പിൽ അഡ്മിനോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഇതിൻ്റെ അകത്തുള്ള ഒരു അഡ്മിൻ വന്നിട്ട് എന്നെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രം ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ അന്നദാനം നടത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടിടുന്നുണ്ട്. ഒരു അന്നദാനം നടത്താൻ 25,000 രൂപയാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞാനും ഇത് ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട്. അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദാനം തന്നെയാണ്. ഞാൻ ഇത് ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി സാർ സ്നേഹക്കൂടിലേക്ക് വരെ നടത്തിയിട്ടുണ്ട്. അതിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കറിയാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇതിന്റെ പേരും വെച്ചിട്ട് ഈ സുരേഷ് ഗോപി സാറിന്റെ പേര് ഇതിൻ്റെ അകത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വോയിസ് എല്ലാം ഇട്ടത്. ഒരു ചോദ്യം ചോദിച്ചതാണ്, ഇത് സാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്ന്. അതിന് മറുപടി തന്നത് വളരെ മോശമായിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് തന്നത്. ഞാൻ അതുകൊണ്ട് ഈ അഡ്മിന്റെ പേരിൽ ഞാനൊരു പരാതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത് സ്റ്റോൺ ജോർജും അനൂപ് ആന്റണിയും അറിഞ്ഞിരിക്കണം. കാരണം ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെയാണോ, ഒരു ലേഡീസിനെ ഇത്രയും വൃത്തികേട് പറയുന്ന ഒരാളാണോ പാർട്ടിയിൽ ഉള്ളത് എന്നുള്ളത് എനിക്ക് ചോദിക്കണം. ഇതിനെതിരെ എനിക്ക് സൈബർ അറ്റാക്ക് വരും എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞത് കൊണ്ടാണ് തെക്കിന്റെ കാവ്യപ്പട എന്ന് പറഞ്ഞ പേജിന്റെ അകത്ത് എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചത്. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ചോദിച്ചു സുരേഷ് ഗോപി സാറിന്റെ പേരിൽ അത് നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ സാറിനോട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ചോദിച്ചേനെ. ഇമാതിരി വൃത്തികേടല്ല പറയേണ്ടത്, ഒരു പെണ്ണുങ്ങളോടല്ല കയ്യൂക്ക് കാണിക്കേണ്ടത്. ഇതാ ഗ്രൂപ്പ് അഡ്മിന്റെ ലീലാവിലാസങ്ങൾ. ഇതാണ് ഒരു പെണ്ണിനോട് സംസാരിക്കേണ്ട വാക്കുകൾ.
ഇതിൻ്റെ അകത്ത് ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അയച്ചു കൊടുക്ക് കേട്ടോ. ഇവനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ നാളെ പേജിൻ്റെ അകത്ത് എന്റെ ഫോട്ടോ വെച്ചിട്ട് വേശ്യാവൃത്തിക്ക് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന വ്യക്തിയവേ. നിങ്ങൾ കണ്ടിട്ടില്ല എന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവേ. ഇപ്പൊ അല്ല, കുറെ മുന്നേ. ഈ പൈസക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാന്ന് ഇവൻ. ലേഡീനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, സാധാരണ സ്വയം സേവകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേഡീനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് സ്വയം സേവകർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ അകത്ത് ഇത്രയും അംഗങ്ങൾ ഉണ്ടായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചത്, സുരേഷ് ഗോപി സാർ അറിഞ്ഞിട്ടാണോ ഈ പേജ് തുടങ്ങിയതെന്ന്. അതിനാണ് ഇവൻ ഇത്രയും വലിയ മറുപടി തന്നത് എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട്. ഒരു ഗ്രാജാന്ന് ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചത്, അതിനാണ് ഇവൻ ഇത്രയും വൃത്തികേട് എന്നെ പറഞ്ഞത്. എന്ത് വൃത്തികേടാ പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഈ ഗ്രൂപ്പിൽ ഒറ്റൊരു വോയിസ് കേട്ടിട്ടില്ലോ. ഞാൻ കൃത്യമായിട്ട് അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതേ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളത്. വളരെ മോശമായിട്ട് പറഞ്ഞത് ഇവനാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും പരാതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്തായാലും നിങ്ങൾ എന്തായാലും സംസാരിക്കൂല എന്നറിയാം. ഞാൻ ഈ ഗ്രൂപ്പിൽ 2 അഡ്മിന്മാർ വന്നത്, ഒരു ലേഡിയും ഒന്ന് ഇവനുമാണ്. ഇവനാണ് എന്നെ വൃത്തിയോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ലേഡീനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് തെക്കിന്റെ കാവിപ്പെടാന്ന് പറഞ്ഞത് നിങ്ങള്? ഇങ്ങനെയുള്ള അഡ്മിന്മാരെ ചീത്ത വിളിക്കാൻ നിങ്ങൾ ആക്കുന്ന ലേഡീസിനാ? ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാല് ആ അഭിപ്രായത്തിന് yes or no കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് തീർന്ന്. പിന്നെ ഇങ്ങനത്തെ തെണ്ടിത്തരാന്നോ പറയേണ്ടത്? ഇതിനും വലിയ CPM കാർ വീട് ആക്രമിച്ചിട്ടുണ്ട്, അന്നേരം ഞാൻ പേടിച്ചിട്ടില്ല. ഇനി ഇന്റെ ആൾക്കാരും കൂടി വന്നിട്ട് വീടിന്റെ മുന്നിൽ ഇട്ടിട്ട് പോകുമ്പോ എന്തെന്നു വിചാരിച്ചിട്ട് വേണ്ടി ഇട്ടാ. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അഡ്രസ് വേണോ? ഞാൻ ചോദിക്കുമ്പോ അയച്ചു വിടലല്ലടാ. മാന്യമായിട്ട് സംസാരിക്കാൻ ആദ്യം പഠിക്കണം. ഇനിയെല്ലാം ഗ്രൂപ്പ് അടിനെ പാർട്ടിന്റെ പേരും പറഞ്ഞിട്ട് ഇമ്മാതിരി ഡയലോഗ് അല്ല ഇളക്കേണ്ടത്. ഞാൻ പറയുന്ന നീ കേക്ക്. നീ അത് മാപ്പ് പറഞ്ഞിട്ട് ആ പ്രശ്നം സൗമ്യമായിട്ട് പരിഹരിക്കുക. നിന്റെ ഒരു ചേച്ചി പറയുന്ന പോലെ കാണും. ചുമ്മാ എന്തിനാണ് ആവശ്യമില്ലാത്ത പുലിവാലി? ഞാൻ ആദ്യമേ പറഞ്ഞാൽ കേൾക്കണോടാ കുറച്ചെങ്കിലുമൊക്കെ. എന്തിനാണ് ഈ ഇങ്ങനെ? ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. ആ കുട്ടിയുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് അത് പ്രശ്നം അവസാനിപ്പിക്കുക. മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നീ കൊച്ചായി പോയൊന്നുമില്ല. കുറേയധികം ഓഡിയോകൾ ഇതിലുണ്ടായിരുന്നു. പലരും ഇതിൽ ഇടപെട്ടിരുന്നു. അതിൽ പലതും ഒരുമിച്ചാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും സൂരജ് നന്നായില്ല. സൂരജ് ലസിതയെ ചീത്ത വിളിച്ച് തൻ്റെ കലാവിരുദ്ധമായി മുമ്പോട്ട് പോകുന്നു. എന്നാൽ ലസിതയും വെറുതെ ഇരുന്നില്ല. ലസിത തന്നെ അസഭ്യം പറഞ്ഞ സൂരജ് പുനലൂരിനെതിരെ പരാതിപ്പെട്ടിരിക്കുന്നു. സുരേഷ് ഗോപി അടക്കമുള്ളവരോട് ആലോചിച്ചിട്ടാണ് പരാതി കൊടുത്തത് എന്ന് ലസിത മറുനാടനോട് പറഞ്ഞു. ലസിതയുടെ പരാതിയെ തുടർന്ന് പോലീസ് സൂരജ് പുനലൂരിനെ പ്രതിയാക്കി കേസുമെടുത്തിട്ടുണ്ട്. ഒരു സംഘി വാട്സാപ്പ് ഗ്രൂപ്പിൽ പരസ്പരം തെറിവിളികൾ നടക്കുകയും അത് കേസായി മാറുകയും ചെയ്തിട്ടും ആ ഗ്രൂപ്പിലുള്ള മുതിർന്ന നേതാക്കൾ പോലും മൗനം പാലിക്കുകയാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ പേരിൽ ഇങ്ങനെ പലതും രാജ്യത്തിൻ്റെ നാനാഭാഗത്തും അരങ്ങേറുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം സുരേഷ് ഗോപിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നല്ലത്.